അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 1 മുതൽ വായിക്കാം. രക്ഷിക്കപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്നു ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കപ്പലിനകത്ത് പൗലോസും അതോടൊപ്പം തന്നെ വലിയൊരു കൂട്ടം തടവുകാരെയും കൊണ്ട് പോകുന്ന യാത്രയിൽ ആ കപ്പലിനുണ്ട് ഈശാന മൂലനടിച്ച കപ്പൽ എന്ത് ചെയ്യാണ്? ശക്തമായി ആടി ഉലയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 വായിച്ചപ്പോൾ പടകിനകത്ത് കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാർ യാത്ര ചെയ്തു. എന്നാൽ അക്കരെ എത്തുന്നതിന് മുമ്പ് എത്താൻ അനുവദിക്കാതെ വണ്ണം ഭയങ്കരമായ കാറ്റും കോളും ആഞ്ഞടിച്ചു. പടകിനകത്ത് യേശു ഉണ്ടായിരുന്നിട്ടും ഞങ്ങളെക്കുറിച്ച്, ഞങ്ങൾ നശിച്ചു പോകുന്നതിനെക്കുറിച്ച് നിനക്ക് വിചാരമില്ലയോ എന്ന് ആര് ചോദിച്ചു? ശിഷ്യന്മാർ ചോദിച്ചു. ഉടനെ യേശു എഴുന്നേറ്റു. ഇന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളും ആ ചോദ്യം അങ്ങ് ചോദിക്കുക ദൈവത്തിനോട്. ഞങ്ങൾ നശിച്ചു പോകുന്നതിനെക്കുറിച്ച് കർത്താവെ അങ്ങയ്ക്ക് വിചാരമില്ലയോ? ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ അടുത്ത നിമിഷം കർത്താവ് എഴുന്നേക്കും. അവൻ എഴുന്നേറ്റിട്ട് ആ കാറ്റിനെയും കടലിനെയും, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള സകല കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ എൻ്റെ ദൈവം സർവശക്തനും സർവവ്യാപിയുമാണ്. അവൻ കാണാത്തത് കൊണ്ടല്ല, നീ ചോദിക്കാത്തത് കൊണ്ടാണ്. പ്രൈസ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് കടലിനെ കുറിച്ച് ചാടി നീന്തി പോകാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെ ആ കാറ്റും ആ കടലും ഒക്കെ ശോഭിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വെള്ളം കോപിച്ചു, വെള്ളത്തിന് കോപമുണ്ടായി. ഈ ശിഷ്യന്മാർ അതുവഴി പോകുന്നതിന് വെള്ളത്തിന് എന്തിനാ കോപം? പ്രൈസലോ. കാറ്റിന് എന്തിനാ കോപിക്കുന്നത്? കാറ്റ് എന്തിനാ കോപിക്കുന്നത്? വെള്ളം എന്തിനാ കോപിക്കുന്നത്? ഈ പൗലോസിനെയും കൊണ്ടുപോകുന്ന കപ്പല്, അതിന് പൗലോസ് കയറിയോടുകൂടി കപ്പൽ തകർക്കണം. വെള്ളത്തിന് കോപം, കാറ്റിന് കോപം. എന്താണെന്നറിയാമോ? ഒരു കാരണവും കൂടാതെ നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങളോട് കോപിക്കുന്ന സകലത്തെയും ഇന്നത്തോടുകൂടി പരിശുദ്ധാത്മാവ് വെട്ടിമാറ്റാൻ പോവുകയാണ്. കാരണം കൂടാതെ നിനക്ക് വിരോധമായി കോപത്തോടെ എഴുന്നേൽക്കുന്ന കാറ്റേ, കടലേ, വെള്ളത്തിന്റെ ശക്തികളെ, പൈശാചിക വ്യാപാരങ്ങളെ, ഇന്ന് പകൽ ഒരു കാരണം കൂടാതെ നിന്നെ ദ്രോഹിക്കുന്ന, നിന്നോട് കോപിക്കുന്ന സകലത്തിനെയും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു കാരണം കൂടാതെ അല്ല, വെള്ളത്തിന് ഒരു പ്രത്യേകിച്ച് വെള്ളത്തിനും ദേഷ്യമില്ല, അല്ലെങ്കിൽ കാറ്റിനും ഇതൊന്നും. പെട്ടെന്ന് എടുത്തോടാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ അക്കരെ എത്താതിരിക്കെ ഹല്ലേലൂയ. അപ്പം ഗദരദേശത്ത് യേശു ക്രിസ്തുവിനെ വിളിച്ചിട്ടല്ല പോകുന്നത്. ഒരു ബോധം ഇല്ലാതിരിക്കുന്നവന് വിളിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതുപോലെ അവസാനിക്കാൻ പോകുക. അവൻ ബോധമില്ല, അവൻ കല്ലറയ്ക്കകത്താണ് താമസിക്കുന്നത്. കാരണം ഒരു കല്ലറയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവസാനിക്കുന്നത്, ഫിനിഷിംഗ് ആണ്, കംപ്ലീറ്റ്. അതോടുകൂടി പരിപാടി തീരാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്നവൻ ഒരു ക്ഷണക്കത്ത് പോലും കൊടുക്കാതെ യേശുക്രിസ്തു അവിടെ വരാൻ കാരണം ദൈവത്തിന് അവനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അവൻ മരിക്കേണ്ടവനല്ല, അവൻ എന്നേക്കും ജീവിച്ചിരുന്ന കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നവനാണ്. അവനെ ഭരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ എന്നേക്കുമായി തകർക്കാൻ യേശു വരുന്ന വരവിൽ ഈ വലിയ കാറ്റും കോളും വെള്ളം എല്ലാം കോപിക്കുകയാണ്. ആ കോപം കണ്ടുകൊണ്ട് യേശു ഒറ്റ ശാസന, ഈ ശാസനയിൽ തന്നെ കാറ്റും കടലും അടങ്ങിയതുപോലെ കർത്താവ് അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഇവൻ സുബോധമുള്ളവനായി ഇവിടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അപ്പോൾ എവിടെ നിന്നായിരുന്നു ഇതിൻ്റെ പ്രശ്നം? റൂട്ട് എവിടെയായിരുന്നു?
ഗദരദേശത്തുള്ള ലഗ്യോൻ്റെ അകത്ത് ഈ പിടിച്ച മനുഷ്യൻ, ഈ പിശാച് കയറിയിരുന്നവൻ്റെ ആ അകത്തിരുന്ന ദുരാത്മാക്കളാണ് യേശുവിനെയും ശിഷ്യന്മാരെയും പകുതി വഴിവെച്ച് നശിപ്പിക്കാൻ വേണ്ടി പ്ലാനിട്ടത്. കർത്താവ് പറയാം, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരുടെയും ലൈഫിൽ നിങ്ങളുടെ ആയുസ്സിന് വിരോധമായി 2023 31 തീയതി ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിന്നെ മരിച്ച് മരവിപ്പിച്ച് നിന്നെ കൊന്ന് മുടിച്ച് നിന്നെ മധ്യഭാഗത്ത് വെച്ച് നിന്നെ തകർത്ത് നിന്നെ ശവക്കുഴിക്കകത്താക്കി കളയാം, ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നതിനെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു. നിന്നെ ദീർഘായുസ്സുള്ളവനായി 2024 കാണാൻ, 2024 കാണാൻ. ഈ വർഷം എത്രയോ പ്രാവശ്യം മരണം നിന്റെ പടിവാതിൽക്കൽ വന്നു, പക്ഷേ എൻ്റെ ദൈവം നിന്നെ വിടുവിച്ചിരിക്കുന്നു. കാരണം ആരുടെയൊക്കെ പ്രാർത്ഥന, അഭിഷിക്തന്മാരുടെ കൈവപ്പുകൾ, ദൈവദാസന്മാർ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, നീ ഉപവസിച്ചു, നീ കണ്ണുനീരോടെ നിലവിളിച്ചപ്പോൾ ഹിസ്കിയാവിന് ആയുസ് നീട്ടിക്കൊടുത്ത ദൈവം നിന്റെ ജീവിതത്തിനകത്തും ഒരായുസിനെ നീട്ടിത്തന്ന് 2024 കാണാൻ എൻ്റെ ദൈവം നിനക്കൊരു ഭാഗ്യം തന്നിരിക്കുന്നു. അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ ജീസസ്. നിന്നെ ഫിനിഷ് ചെയ്യാനിരുന്നതിനെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ദൈവം. നീ തീർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം നിനക്കൊരു പുതിയ ജീവിതം തരിക. ഹല്ലേലൂയ സ്തോത്രം. ഇതാ ഇവിടെ സംഭവിക്കുക. അതാണ് പൗലോസിനെ തീർത്ത് കളയണം, പൗലോസിനെ തീർക്കണം. പാവപ്പെട്ട പൗലോസിനോട് ഉള്ള ദേഷ്യം കാരണം പിശാച് പൗലോസിൻ്റെ കൂടെയുള്ള എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഈ കപ്പൽ അക്കരെ എത്തരുത്. കാരണം പൗലോസ് വാഗ്ദത്തമുള്ളവൻ, അഭിഷിക്തനാണ്. ഈ പൗലോസ് നേരെ റോമിലെത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയ റിവൈവൽ നടക്കും, ഉണർവ് സംഭവിക്കും. പകുതി വഴിവെച്ച് തകർക്കാൻ വേണ്ടി കപ്പലിനെയും കൂടെയുള്ളവരെ നശിപ്പിക്കാൻ നോക്കിയപ്പോൾ പൗലോസ് മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം ദൈവം പറഞ്ഞു, നിന്നെയും ഈ കപ്പലും ഇതിനുള്ള എല്ലാത്തിനെയും ഞാൻ കൊല്ലാൻ പോവുകയാണ്. പക്ഷേ അടുത്ത് വീണ്ടും ദൈവസേന മുഴങ്കാലം മടക്കി പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിനോട് ദൈവം ദൂത് മാറ്റി പറയുകയാണ്. ആത്മാ പറയാണ്, നശിക്കും, തകർക്കും, ഈ കപ്പൽ മുങ്ങും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരോടും ആത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ്, നിന്റെ കപ്പൽ മുങ്ങത്തില്ല, നിന്റെ പടക് മുങ്ങത്തില്ല, നീ നശിക്കത്തില്ല, നീ തകരത്തില്ല. ഇതാ 2024 ഈ കപ്പല് പോയി എത്തേണ്ട ഇടത്ത് എത്തത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം ചില റൂട്ടുകളെ തിരിച്ചുവിട്ട്, മുങ്ങിപ്പോകുന്ന കപ്പലല്ല ഇത്. നിന്റെ കപ്പൽ മുങ്ങിപ്പോകത്തില്ല, നീ ആയിരിക്കുന്ന പടക് മുങ്ങിപ്പോകത്തില്ല. ഇന്ന് പകൽ അത് എത്തേണ്ട ഇടത്തിൽ ദൈവം എത്തിച്ചിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ്. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നീ മുങ്ങിപ്പോകത്തില്ല, ഇത് നശിച്ചു പോകത്തില്ല. വേണമെങ്കിൽ ഒരു ജാതികളാണ്, മൊത്തം ജാതികളാണ്, ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ പൗലോസ് എന്ന അഭിഷിക്തൻ ഒരാളേ ഉള്ളൂ, മറ്റുള്ളവരെല്ലാം ജാതികളാണ്. ക്യാപ്റ്റൻ അടക്കമുള്ളവര് പൗലോസ് പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ക്യാപ്റ്റന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇതൊരു ദിവ്യ മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവമായിട്ട് ബന്ധമുള്ളവനാണ്, ഇവന്റെ വാക്ക് കേൾക്കണം, ഇവനെ രക്ഷിക്കണം. ഇപ്പൊ നോക്കണം, ഇത് മുഴുവൻ നശിക്കേണ്ടതാ. പക്ഷേ ക്യാപ്റ്റന്റെ ഹൃദയത്തെ അനുകൂലമാക്കി പൗലോസിനെ അനുകൂലമാക്കി. എന്നിട്ട് ക്യാപ്റ്റൻ ചിന്തിക്കുകയാണ്, പൗലോസിനെ രക്ഷിക്കണം. ഹല്ലേലൂയ. പൗലോസിനെ രക്ഷിക്കണമെങ്കിൽ ഇവന്മാരെല്ലാം രക്ഷിക്കണം. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞത് കേട്ടാൽ നമ്മളെല്ലാം ജീവനോടുകൂടി ഇരിക്കും എന്ന് ക്യാപ്റ്റന് മനസ്സിലായി. ഇന്ന് ദൈവം പറയുന്നു, ചില പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തികളെ 2024 നിനക്ക് അനുകൂലമാക്കി മാറ്റും. പൗലോസിനെ രക്ഷിക്കണമെന്ന് ക്യാപ്റ്റൻ ആഗ്രഹിച്ചു. കാരണം ക്യാപ്റ്റന്റെ കൂടെയുള്ളവർ പറഞ്ഞു, എല്ലാത്തിനെയും എടുത്ത് വെള്ളത്തിയിട്, ഈ തടവ് പുള്ളികളെ മുഴുവൻ എടുത്ത് വെള്ളത്തിയിടാൻ പറഞ്ഞു. പക്ഷേ ക്യാപ്റ്റൻ പറഞ്ഞു, ഇല്ല, ഈ അഭിഷിക്തനെ എനിക്ക് രക്ഷിക്കണം. അതുകൊണ്ട് അവർ പറഞ്ഞത് കേട്ടില്ല. എന്ന പകൽ എത്രയോ പലരും പറഞ്ഞ് നിന്നെ കൊന്ന് മുടിച്ചു കളയാൻ പലരും പറഞ്ഞ് പദ്ധതി ഇടുമ്പോൾ ചിലരെ ദൈവം അതിൻ്റെ അകത്ത് എഴുന്നേൽപ്പിക്കും. തുടരുത്, പൗലോസിനെ തുടരുത്, അഭിഷിക്തനെ തുടരുത്. പ്രൈസലോ, വെള്ളത്തിൽ മുക്കി കൊല്ലാനുള്ളതല്ല. ഹല്ലേലൂയ എന്ന് ക്യാപ്റ്റന് വെളിപ്പാട് കിട്ടിയതുപോലെ കർത്താവ് പറയാം, നിന്നോട് ചിലർക്ക് കൃപ തോന്നി, നിന്നോട് ചിലർക്ക് ഫേവർ തോന്നി, നിനക്ക് ദീർഘായുസ്സുള്ളവനായി മാറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻ പേര് മാത്രമായി, പിന്നെ ആ കപ്പൽ നിയന്ത്രിക്കുന്നത് പൗലോസായി മാറി. ഹല്ലേലൂയ. ഞാൻ കർത്താവ് പറയുക, ചില സ്ഥലങ്ങളിലോട്ട് നിങ്ങളെയൊക്കെ കയറ്റാൻ പോവുക ദൈവം. ഇതിനകത്തിരിക്കുന്ന ചിലരോട് നോക്കി പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ ചില പൊസിഷനുകൾ ദൈവം നിങ്ങളെ എത്തിക്കും.
പേര് കൊണ്ട് മാത്രം വലിയ ക്യാപ്റ്റന്മാരായിരിക്കുമ്പോൾ നീ പറയുന്നത് അനുസരിക്കുന്നവരായി അവർ മാറത്തക്ക രീതിയിൽ ദൈവം നീ ചിന്തിക്കാത്ത ചില ഉന്നതമായ പൊസിഷനുകളും പദവികളിലോട്ട് ആത്മാവ് നിന്നെ ചിലയിടങ്ങളിൽ കയറ്റാൻ പോവുക. ഹല്ലേലൂയ ജീസസ്. ആ പടകും ആ കപ്പലും കൂടെയുള്ളവരും ക്യാപ്റ്റനും എല്ലാം അഭിഷിക്തന്റെ കീഴിലായി. പൗലോസായി ക്യാപ്റ്റൻ. ഇന്നലെ വരെ തടവ് പുള്ളിയായിരുന്നവൻ ഇന്ന് കപ്പലിന്റെ ക്യാപ്റ്റൻ. മനസ്സിലായി? ഇന്ന് വരെ നീ എന്തായിരുന്നെന്നല്ല, 2024 നീ ക്യാപ്റ്റൻ ആകും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിന്ന് വരെ നീ തടവ് പുള്ളിയെ പോലെയുള്ള ജീവിതമായിരുന്നെങ്കിൽ 2024 നീ എന്താവും? ഒരു ക്യാപ്റ്റനായി മാറാൻ പോകുന്നു. ചിലതിനെ നിയന്ത്രിക്കുന്ന, ചിലതിനെ നടത്തുന്ന, നിന്റെ വാക്കിന് വിലയുണ്ടാകും. നിന്റെ കുടുംബത്തിൽ നീ ക്യാപ്റ്റനാകും. നിന്റെ ഭാര്യ മക്കളും നീ പറയുന്നത് കേൾക്കും. ഹല്ലേലൂയ. നിന്റെ ജോലി സ്ഥലത്ത് നീ ക്യാപ്റ്റനാകും. നിന്റെ ബിസിനസ് മേഖല നീ ക്യാപ്റ്റനാകും. സകല മനുഷ്യരുടെ ഇടയിൽ നീ ഒരു ക്യാപ്റ്റനാവും. നിന്റെ വാക്കിന് വിലയുണ്ടാകാൻ പോകുന്നു. കഴിഞ്ഞ നാളിന്ന് വരെ നിന്റെ വാക്കിന് വിലയില്ലാതെ മൈൻഡ് പോലും ചെയ്യാത്തവർ നിന്റെ വാക്കിന് വില തരാൻ പോകുന്നു. നീ പറയുന്നത് കേൾക്കാൻ പോകുന്നു. നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ, നിന്റെ അപ്പൻ, അമ്മ നീ പറയുന്നത് കേൾക്കുന്ന രീതിയിൽ ദൈവം നിന്നെ ഒരു ക്യാപ്റ്റനാക്കി മാറ്റാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്നവനെ ക്യാപ്റ്റനാക്കുന്ന ദൈവം, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവനെ ക്യാപ്റ്റനാക്കുന്ന ദൈവം, നശിക്കേണ്ട ചിലതിനെ രക്ഷിക്കാൻ, തകരേണ്ട ചിലതിനെ വിടിവിപ്പാൻ ഇന്ന് പകൽ ദൈവം നിന്നെ ക്യാപ്റ്റനാക്കാൻ പോവുക. ദൈവാത്മാ പറയുന്നു, ചില ക്യാപ്റ്റന്മാർ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. ചില ക്യാപ്റ്റന്മാർ ഇതിനകത്ത് നിന്ന് പകൽ എഴുന്നേക്കട്ടെ. പലരെയും രക്ഷിക്കാൻ, പലരെയും വിടുവിക്കാൻ, ആയിരങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ, ആയിരങ്ങളുടെ പ്രതികൂല പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ, പോം വഴി പറഞ്ഞു കൊടുക്കാൻ, നശിക്കുന്ന ചില കമ്പനികളെ, നശിക്കാൻ പോകുന്ന ചില കമ്പനികളെ അഡ്വൈസ് കൊടുക്കാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോയ. തകരാൻ പോകുന്ന ഫാക്ടറികൾ, തകരാൻ പോകുന്ന കുടുംബങ്ങൾ, തകരാൻ പോകുന്ന ബിസിനസ്സുകൾ, തകരാൻ പോകുന്ന രാഷ്ട്രീയം, തകരാൻ പോകുന്ന ഏതൊക്കെയോ മേഖലകളിൽ ആത്മാ പറയുന്നു, നിന്നെ ദൈവം ഒരു ക്യാപ്റ്റനാക്കി ഓണർ ചെയ്ത് നിന്റെ വാക്കിന് വില തരുന്ന രീതിയിൽ ദൈവം നിന്നെ ഓണർ ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ സീസൺ ചേഞ്ച് ആവുന്നു. ഇന്ന് ഒരു പക്ഷേ ഇന്ന് രാത്രി പറയാനുള്ള സാധനമായിരിക്കും ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കയറി വരാനുള്ള ദൂതുകളായിരുന്നു പെട്ടെന്ന് ഇന്ന് രാവിലെ കയറി വരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയുകയാണ്. നിങ്ങളുടെ ഇത് പിന്നെ തോളിലിരിക്കുന്ന ചിഹ്നങ്ങൾ, നക്ഷത്രങ്ങൾ മാറാൻ പോകും. ചില നക്ഷത്രങ്ങളെ ദൈവം നിങ്ങളിലേക്ക് കൂട്ടി കയറ്റി വെക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാം? പ്രാർത്ഥിക്കുന്നവനാ, മുട്ടുമടക്കുന്നവനാ. പ്രാർത്ഥനയ്ക്ക് അടിത്തട്ടിൽ എല്ലാവരും മോൾത്തട്ടിൽ ചീട്ട് കളിച്ച് മദ്യപിച്ചിരുന്നപ്പോൾ അടിത്തട്ടിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചവൻ മുകൾ തട്ടിൽ കയറി. കർത്താവ് പറയുന്ന, ആരും കാണാതെ തടവുള്ളിയായി രഹസ്യമായി അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന നിന്നെ 2024 സകലരും കാണത്തക്ക രീതിയിൽ അമരത്ത് കൊണ്ട് നിർത്തും. ചിലതിന്റെ അമരത്ത് ദൈവം നിന്നെ കൊണ്ട് നിർത്താൻ പോയ. ഹല്ലേലൂയ. ജീസസ് നെയിം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടിത്തട്ടി കിടക്കുന്നവരെ ഒന്ന് പറഞ്ഞിട്ട്, ഞാൻ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കാൻ പോവുക. ഇന്നത്തെ നിന്റെ കിടപ്പിൽ നിന്നും ദൈവം നിന്നെ തട്ടി എഴുന്നേച്ച് മുകളിൽ കൊണ്ടുവരും, ടോപ്പിൽ കൊണ്ടുവരും, അമരത്ത് കൊണ്ട് നിർത്തും. ഹല്ലേലൂയ. വലിയൊരു കപ്പലിന് ദിശ കാണിച്ചു കൊടുക്കണം നീയാ. അതിനകത്തുള്ളവന്റെ സകലത്തിന്റെ ജീവൻ നിന്റെ കയ്യിലിരിക്കുക. ഈ കപ്പൽ തകരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം ഈ പടകിനെ, കപ്പലിനെ, മുങ്ങുന്ന കപ്പൽ എന്ന് പേരിട്ടിരിക്കുന്നതിനെ ഇന്ന് പകൽ മുങ്ങാൻ പോകുന്ന കപ്പൽ, തകരാൻ പോകുന്ന കപ്പൽ, നശിക്കാൻ പോകുന്ന കപ്പൽ, അധിക നാൾ ഓടത്തില്ല, ഇതാ തീരാൻ പോവുകയാണ് എന്ന് പറയുന്ന കപ്പലിനെ 2024 കാണത്തക്ക രീതിയിൽ സ്വർഗം ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് പറയുന്നുണ്ട്, പട്ടിണി കിടന്നു എന്നുവെച്ചാൽ ആഹാരം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പ്രശ്നം വന്നപ്പം ആഹാരം വേണ്ട. 3, 4, 5, 6 നേരം തിന്നുകൊണ്ടിരിക്കുന്നവരും
ഒരു ടെൻഷൻ വന്നാൽ, മരണത്തെ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ പിന്നെ ആഹാരം കഴിക്കത്തില്ല. എത്ര ആഹാരത്തിന് ആക്രാന്തമുള്ളവനായിക്കൊള്ളട്ടെ, ഒരു ദിവസം 5 നേരം കഴിക്കുന്നവനാകട്ടെ, പക്ഷേ പ്രശ്നം വന്നാലോ, വിഷയം വന്ന മനസ്സ് തകർന്നു പോയാൽ പിന്നെ ആഹാരമൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ വെച്ചാൽ ഇനി എത്ര വലിയ ആഹാരം, രുചി പോലും കാണാൻ, ടേസ്റ്റ് കാണത്തില്ല, കഴിക്കത്തില്ല. കപ്പലിനകത്ത് അതാ സംഭവിച്ചത്. പട്ടിണി കിടക്കുക, ആഹാരം ഇഷ്ടം പോലെ ഉണ്ട്, എന്നിട്ട് പട്ടിണി കിടക്കുക. അവിടെ പൗലോസ് എഴുന്നേറ്റിട്ട് പറയുക, ഈ കപ്പൽ മുങ്ങത്തില്ല. ഇഷ്ടം പോലെ അങ്ങോട്ട് കഴിക്കാൻ പറഞ്ഞു. എല്ലാവരും നന്നായിട്ട് അങ്ങ് കഴിച്ചു. ബാക്കിയുള്ളതിനെടുത്ത് കടലിൽ തട്ടാൻ പറഞ്ഞു. അനാവശ്യ ഭാരങ്ങൾ കൊണ്ട് നടക്കാതെ. ഇതാണ് ഈ ആണ്ടർതി എന്നൊക്കെ പറയും. പണ്ട് നാട്ടുകാർ ഈ ആണ്ടർതി എന്നൊക്കെ പറഞ്ഞ്, പണ്ട് ഹിന്ദുക്കൾ ജാതികളായിരുന്നപ്പോൾ ഞങ്ങൾ വീട് എല്ലാം അടിച്ച് തൂത്ത് വാരി എന്ത് ചെയ്യുമായിരുന്നു, ആണ്ടർതി എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള പഴയ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് വരുമായിരുന്നു. അറബികൾ അത് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അറബിതാണ്. അവർക്ക് പഴയ സാധനമൊന്നും സൂക്ഷിക്കുന്നത് എല്ലാം കൊണ്ടുവന്ന് കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെല്ലാം ചിലതൊക്കെ കളയണം ഈ വർഷം. അടുത്ത വർഷത്തിനകത്ത് കയറുമ്പോൾ ഈ വർഷത്തിൽ ദൈവാത്മ പറയാ, 2023 ടാറ്റ പറയുമ്പോൾ നിന്നെ പുറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം എടുത്ത് വെള്ളത്തിൽ കളയണം. അതിനെല്ലാം പുറകിലോട്ട് എറിയണം. കളഞ്ഞിട്ട് വേണം ഭാരങ്ങളെ മാറ്റി, ദൈവഹിതമില്ലാത്തതിനെയെല്ലാം വെട്ടിക്കളഞ്ഞ് ദൂരെ കളഞ്ഞ്, അതിനെല്ലാം കുലുക്കി കളഞ്ഞിട്ട്, അതിനെയെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പരിശുദ്ധന്മാർ പറയുക, മുന്നോട്ട് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അവങ്കലേക്ക് നോക്കണം, ദൈവത്തിലോട്ട് നോക്കണം. ഹല്ലേലൂയ. ഭാരങ്ങളെല്ലാം എടുത്ത് മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കപ്പല് കർത്താവിൻ്റെ അഭിഷിക്തനോട് ദൈവം പറയുകയാണ്, നിന്നെ ഒരൊറ്റ മനുഷ്യൻ മരിക്കത്തില്ല, ആരും നശിക്കത്തില്ല, മരിക്കത്തില്ലെന്ന് പറഞ്ഞു. പൗലോസ് ധൈര്യത്തോടെ നിന്നു. അതിൻ്റെ അണിയും ഉടഞ്ഞു പോയെന്നാണ്. അതായത് കപ്പലിൻ്റെ അണിയും ഒക്കെ ഉടഞ്ഞ് തകർന്ന് മെലീത്ത എന്ന ദ്വീപിൽ ചെന്ന് ഇടിച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭയങ്കര തണുപ്പ്, അസാധ്യമായ തണുപ്പ്. ആ തണുപ്പ് വെള്ളത്തിലോട്ടെല്ലാം വീണ് ഒറ്റ മനുഷ്യൻ മരിച്ചില്ല. എല്ലാവരും ദൈവം ഒരു വാക്ക് പറഞ്ഞതാണ്. അത് കാലാവസ്ഥ മാറിയാലും, വൈറൽ ഫീവർ വന്നാലും, ഏത് വലിയ കൊറോണ വന്നാലും നിന്നോട് ദൈവം പറയുകയാണ്, നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ മരിക്കത്തില്ല, നീ ജീവനോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇരുന്നിരിക്കും. കാരണം കൂരിരുട്ട് ജാതികളെയും അന്ധകാരം ഭൂമിയെ മൂടും, പക്ഷെ നിന്റെ മേലോ യഹോവയുടെ തേജസ്സ് ഉദിക്കും. ഹല്ലേലൂയ ജീസസ്. 2024 ആത്മാ പറയുക, നിന്റെ മേലെ യഹോവയുടെ തേജസ്സ് ഉദിക്കും. കൂരിരുട്ട് ജാതികളുടെ മേൽ വരും, അന്ധകാരം ഭൂമിയെ മൂടും, ഭയങ്കരമായ നിലവിളി ഉണ്ടാകും, ഭയങ്കര ഭീതി ഉണ്ടാകും, ഭയങ്കര കൂട്ട മരണങ്ങൾ സംഭവിക്കാം. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ യഹോവയുടെ തേജസ്സ് ഉദിക്കും. നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി നിന്നിൽ ഉദിക്കും. നീ കന്നുകുട്ടിയെ പോലെ തുള്ളിച്ചാടും. നിനക്ക് മരണമില്ല, ശാപമില്ല, തകർച്ചയില്ല, ശാപമില്ല. നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു, മെലീത്ത ദ്വീപിലെ അപരിഷ്കൃതരായ മനുഷ്യനെ തില്ലുന്ന നരഭോജികളുടെ മുമ്പിൽ ചെന്ന് വീണപ്പോൾ അവർ ഇവരോട് അസാധാരണമായ ദയ കാണിച്ചു. എല്ലാവരും പറഞ്ഞിട്ടെ, ഈ വർഷം ഇനി വരാൻ പോകുന്നത് ഇതുവരെ ഉള്ള ദയയല്ല, 2024 വെളിപ്പെടുന്ന അസാധാരണമായൊരു കൃപ, ദയ, കരുണ, ഫേവർ ദൈവത്തിന് നിന്നെ വെളിപ്പെടുത്താറുണ്ട്. മറ്റുള്ളവർ കണ്ട് ഞെട്ടിപ്പോവും. കാരണം നിന്നെ കൊല്ലാൻ നിൽക്കുന്നവൻ നിന്നോട് കരുണ കാണിക്കും. നിന്റെ ശത്രുക്കൾ വരെ നിന്നോട് കരുണ കാണിക്കും. നിന്നെ വെട്ടാനും കൊല്ലാനും നശിപ്പിക്കാനും തകർക്കാനും വരുന്നവർ വരെ നിന്നോട് ദയ കാണിക്കുന്ന, കരുണ കാണിക്കുന്ന രീതിയിൽ സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോയ. കാരണം നീ പ്രാർത്ഥിക്കുന്നവനാണ്, നീ വാഗ്ദത്തമുള്ളവനാണ്, നീ അടിത്തട്ടി കിടന്നവനാണ്. നിന്നെ മുകളിൽ കൊണ്ടുവന്നു, നിന്നെ ക്യാപ്റ്റൻ ആക്കിയെങ്കിൽ, നിന്നെ അക്കരെ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, ആത്മാവ് പറയുന്ന അസാധാരണമായ ഫേവർ, അസാധാരണ ദയ കർത്താവ് നിന്നോട് കാണിക്കാൻ പോവുക. അസാധാരണ ദയ, 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 കരുണ, കരുണ, ദയ, ദയ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ 2024 ദൈവസഭയോട്, സിറ്റി ചർച്ചിനോട് ദൈവം കാണിക്കാൻ പോകുന്നു. കർത്താവിന് അസാധാരണ ദയയുണ്ട് ദൈവമക്കളെ. ഇന്ന് ഈ 31-ാം തീയതി
നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ഞായറാഴ്ച ആരാധിക്കുമ്പോൾ അസാധാരണമായ ദൈവത്തിന്റെ വിളിയും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഇത് കാണത്തില്ല. ഈ സഭ ഇവിടെ കാണത്തില്ല. കാരണം ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അസാധാരണ ദയയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത്. അത് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വലിയൊരു കൂട്ടം ജനം നിന്നെ കൊന്നു മുടിച്ച് തകർത്ത് പൂട്ടിക്കെട്ടാൻ പ്ലാനും പദ്ധതി ഇട്ടപ്പോൾ ഇന്ന് ഈ 31-ാം തീയതി ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ കരുണയാണ് നീ ഇവിടെ ഇരിക്കാൻ കാരണം. ഹല്ലേലൂയ, ജീസസ് നെയിം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഭയങ്കര കരുണ ലഭിച്ചവരാ നിങ്ങൾ. ദൈവത്തിന്റെ ഭയങ്കര ദയ ലഭിച്ചവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അസാധാരണമായ ഒരു കരുണ കാണിക്കാൻ അപരിഷ്കൃതരായിട്ടുള്ള ഏതൊരു വിധത്തിലുള്ള മനുഷ്യത്വം ഇല്ലാത്തവന് വരെ പൗലോസിനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സ്നേഹം. അവരെ സഹായിക്കണം. അതുകൊണ്ട് ഇവര് അവിടെ ചെന്ന് വീണപ്പോൾ, ആ ദ്വീപിൽ മുട്ടി വീണപ്പോൾ എല്ലാവരും പിടിച്ച് അങ്ങോട്ട് കയറ്റിയിട്ട് ഇവര് തീ കായാൻ, കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പത്ത് തീ കായാൻ വേണ്ടി മനുഷ്യനെ തിന്നുന്ന യോമാര വിറകെല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുത്തു. വിറകെല്ലാം കൂട്ടിയിട്ട് തീ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് മാത്രം അതിനകത്തുനിന്ന് എഴുന്നേറ്റ് കുറച്ച് വിറകെടുത്ത് എന്ത് ചെയ്തു? തീയിലോട്ടിട്ടു. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമുള്ളവൻ എവിടെ ചെന്നാലും വ്യത്യസ്തനാ. പ്രൈസ് ദി ലോർഡ്. നോക്ക, പടകിനകത്ത് കയറി വ്യത്യസ്തൻ, കപ്പലിനകത്ത് കയറി എല്ലാവരും ചീട്ടുകളി വെള്ളമടി. കാരണം എന്താ പറഞ്ഞാൽ കപ്പലാണ്, ആഡംബര കപ്പൽ പോലെയാണ്. അതിനകത്ത് ഫുഡുണ്ട്, ഗാംബ്ലിംഗ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ബെല്ലി ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുത്തൻ വ്യത്യസ്തനായി താഴെ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചത്. ആർക്കും കണ്ടുകൂടാ. അവൻ്റെ ഒരു ആത്മീയത, ഇവൻ്റെ ഒരു പ്രാർത്ഥന, ഇവൻ്റെ ഒരു ബൈബിൾ വായന. അത് നമ്മളിവിടെ ഗാംബ്ലിങ്ങും ചെയ്ത് ഒരല്പം ബീറൊക്കെ അടിച്ചിരിക്കുമ്പോൾ അവന് ഒരു പെക്കെങ്കിലും അടിച്ചുകൂടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജാതികളായിട്ടുള്ളവർ ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതാണ് ലോകം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഇതാ ടൈറ്റാനിക് കപ്പൽ ഒരിക്കലും നശിക്കത്തില്ല എന്ന് പറഞ്ഞ ടൈറ്റാനിക് ഒരിക്കലും അവസാനിക്കത്തില്ല, ഒരിക്കലും തകരത്തില്ല. നിങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ എത്രയോ വലിയ വലിയ കമ്പനിക്കാർ, എത്രയോ വലിയ വലിയ കോടീശ്വരന്മാർ, മൾട്ടി ബില്യനേഴ്സ് ഒറ്റയടിക്ക് തകർന്നത് കണ്ടിട്ടില്ലേ? അല്ലേ? 7000 കോടിയുടെ ഒരു സംഭവത്തിന് ഇവിടുത്തെ ഏറ്റവും വലിയ ഈ കവടിയാറിൽ തന്നെയുള്ള ഒരു കോഫി ഹൗസ് ഉണ്ട്. പുള്ളി മരിച്ചു, സൂയിസൈഡ് ചെയ്തു, 7000 കോടി കടമായപ്പോൾ. എത്രയോ ഇന്റർനാഷണൽ കമ്പനികൾ മരിച്ചു, നമ്മൾ ജീവിച്ചിരിക്കും. 7000 കോടി, 7 കോടി രൂപ ചെലവാക്കിയാണ് ബാംഗ്ലൂരിൽ ഒരു ദൈവദാസന് വേണ്ടി 3000 കോടിയുടെ ആസ്തിയുള്ള ഒരാൾ ആൽഫ ലൂക്ക് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഭാഷ കൊണ്ടുവരാൻ 7 കോടി രൂപ ചെലവാക്കി. 7 കോടി രൂപ വേസ്റ്റ്. കാരണം അവിടെ വന്നില്ല, ദൈവദാസം വന്നില്ല. 7 കോടി രൂപയാണ് വേസ്റ്റ് ആയിപ്പോയി. ബാംഗ്ലൂരിലെ പാലസ് ഗ്രൗണ്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ആരാ തുരങ്കം വെച്ചെന്നറിയാമോ? BJP കാരനല്ല, RSS കാരനല്ല, ഇവിടെയുള്ള ഭാഷന്മാർ. അഭിഷിക്തന്മാരെ ഇറക്കാതിരിക്കാൻ ഡൽഹിയിൽ വിളിച്ചു പറഞ്ഞ് ദൈവദാസനെ കൊണ്ടുവരാം. അതാണ് ഈ പെന്തക്കോസിന്റെ ഗുണം. നല്ല ഗുണവും ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. ഇവിടെ RSS കാരനല്ല, BJP കാരനല്ല ക്രിസ്ത്യാനിക്ക് തടസ്സം. ക്രിസ്ത്യാനികളാണ്. നമ്മളെല്ലാം ഞണ്ടുകളാണ്, ആരെയും വിടത്തില്ല. ഒരു കൂട്ടം ഞണ്ടിനെ കുടിച്ച് കൊണ്ടുവന്ന് ഒരു കുട്ടയ്ക്കകത്ത് ഇട്ടാൽ ഒറ്റ ഞണ്ട് ഒരു വെളിയിൽ പറ്റില്ല. ഒരു ഞണ്ട് വെളിയിലോട്ട് വരാൻ പോകുമ്പോൾ മറ്റേ ഞണ്ട് പിടിച്ച് താഴോട്ടിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7 കോടി രൂപ വേസ്റ്റായി. ഒരു പാവപ്പെട്ട നല്ലൊരു മനുഷ്യൻ ആൽഫ ലൂക്ക എന്ന് പറയുന്ന നൈജീരിയയിലുള്ള ദൈവദാസന്റെ അടുക്കൽ ചെന്നൊരു വിടുതൽ കിട്ടിയപ്പോൾ നന്ദി സൂചകമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന ആ ദൈവദാസനെ സാധു സുന്ദർ സിംഗിന്റെ കൈവപ്പൊക്കെ കിട്ടിയിട്ടുള്ള അഭിഷിക്തനായതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ചൊരു ഭാരം ഉള്ളതുകൊണ്ട് ആ ദൈവദാസനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഇന്ത്യക്ക് ഒരു വിടുതലാകുമെന്ന് വിചാരിച്ചപ്പോൾ അതിന് തുരങ്കം വെച്ചത് ഇവിടെയുള്ള BJP RSS കാരല്ല, ഇവിടെയുള്ള ഹിന്ദുക്കളല്ല, ഇവിടെയുള്ള പെന്തക്കോസ്തുകാരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ 7 കോടി രൂപ വേസ്റ്റ് ആയിപ്പോയത്. അത് പോട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് പിശാച് വെട്ടുകളിയും തുള്ളനും പച്ചപ്പുഴുക്കെ തിന്നുകളഞ്ഞ സംവത്സരം നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് ദൈവാത്മാ പറയാണ്, നീ ഒരു വ്യത്യസ്തനാണ്. നീ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തനായിരിക്കണം. എല്ലാവരെ പോലെ അല്ല. നമുക്ക് എല്ലാ കൂട്ടുകാരും ഉണ്ട്, എല്ലാവരോടും നമ്മൾ കൂടും. പക്ഷേ ആരും അറിയാത്ത ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ അകത്തുണ്ടായിരുന്നാൽ നീ അവരുടെ ഇടയിൽ വ്യത്യസ്തനായിരിക്കും.
Praise the Lord. നീ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവനാണോ? നീ ആരെ കൂടെ കൂട്ടുകൂടിയാലും, ആരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിയും. യേശു ക്രിസ്തു പരീശന്മാരുടെ ഇടയിൽ യേശു ക്രിസ്തു ഭക്ഷണം കഴിച്ച ആരുടെയാ? നമ്മൾ ഇണയല്ല പിണ കൂടരുതെന്നൊക്കെ നമ്മൾ പറയും. ഇവിടുത്തെ പോകരുത്. നമ്മൾ രക്ഷിക്കപ്പെടും. എന്തൊക്കെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധുക്കളെ വീട്ടിൽ പോകില്ല, കല്യാണത്തിന് പോകില്ല, അയൽവാസി വിളിച്ചാൽ പോകില്ല, എല്ലാം ഭൂതം പിശാച്, പോരും പോരാട്ടം അല്ലേ? പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരുന്നു? പരീശന്മാർ, കുഷ്ഠരോഗിയുടെ അടുത്ത് അന്നത്തെ കാലത്ത് പോകുമാരെങ്കിലും, ശീമോൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയുടെ വീട്ടിൽ ചെന്ന യേശു ഭക്ഷണം കഴിച്ചത്. പരീശന്മാരുടെ വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷെ യേശുവിന് മാറ്റം ഉണ്ടായോ? അവർക്ക് മാറ്റം ഉണ്ടായോ? അവർക്ക് മാറ്റം ഉണ്ടായി. യേശു അവിടെ ചെന്നു, കഴിച്ചു, അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, വൈനൊക്കെ കുടിച്ചു. പക്ഷേ അവർ കർത്താവിൻ്റെ കൂടെ അല്പസമയം ഇരുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ കർത്താവിൻ്റെ ഗ്ലോറി കൊണ്ട് നിറയും. ഹല്ലേലൂയ, ജീസസ് നെയിം. നീ വ്യത്യസ്തനാണ്. പൗലോസ് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല, കർത്താവേ ഞാൻ മാത്രമേ ഉള്ളൂ നീതിമാൻ, ബാക്കി എല്ലാം ചത്ത് തൊലയട്ടെ. യവന്മാർ ചത്ത എന്ത്, ജീവിച്ച എന്ത്? യവന്മാരെല്ലാം വിഗ്രഹാരാധികളാണ്, ശാപം പിടിച്ചവന്മാരാണ്. എന്നെ ദൈവം രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. പെന്തക്കോസ്തനാണ് എങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ ഞാൻ അങ്ങയുടെ മകൻ, ഞാൻ നീതിമാൻ, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ടവൻ, ബാക്കിയെല്ലാം പിശാച ഭൂതങ്ങളാണ്, ഇവനെല്ലാം നശിച്ചാലും ഞാൻ നശിക്കരുതേ, എനിക്കൊരു പലകെങ്കിലും കിട്ടണേ. ഹല്ലേലൂയ. പക്ഷെ പൗലോസ് പ്രാർത്ഥിച്ച, ഞാൻ ആയിരിക്കുന്ന ഈ പടകും അതിലുള്ള ഒരു മനുഷ്യന്റെ ജീവൻ പോകരുത്. അതാണ് നീതിമാന്റെ പ്രാർത്ഥന. ആരും നശിപ്പിക്കുന്ന പ്രാർത്ഥനയല്ല, തകരാനല്ല, മരിക്കാനല്ല, കൊല്ലാനല്ല. ആ പൗലോസ് പറയുകയാണ്, പലപ്പോഴും പൗലോസിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരാ, ദ്രോഹിക്കാൻ ശ്രമിച്ചവരാ, പൗലോസിനെ എടുത്ത് വെള്ളത്തിലിടാൻ പറഞ്ഞതാ. എന്നിട്ട് പോലും പൗലോസ് പറഞ്ഞു, എല്ലാവരും ജീവനോട് കൂടി ഇരിക്കണം. നീ ഈ കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തനായിരിക്കണം. നീ ആരെയും ദ്രോഹിക്കരുത്, ആരെയും ദ്രോഹിച്ച് കൊല്ലാൻ, നശിപ്പിക്കാൻ, മുടിക്കാൻ നോക്കരുത്, ആരുടെയും നാശം കണ്ട് സന്തോഷിക്കരുത്. അതിന് പകരം അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം 2024 നീ അറിയാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ, ജീസസ് നെയിം. ഹൈലി ഫേവർ, അസാധാരണമായ ദയ, ഹൈലി ഫേവർ, അസാധാരണ കരുണ, അസാധാരണമായ ദയ നിന്നോട് അവർ കാണിക്കാൻ കാരണം, ഇത്രയും ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച നിന്നോട് സ്വർഗത്തിലെ ദൈവത്തിന് കരുണ തോന്നിയത് കൊണ്ട് ഭൂമിയിലുള്ളവർക്കും നിന്നോട് കരുണ തോന്നിയിരിക്കുക. ഹല്ലേലൂയ. ബാക്കി ഇത്രയും പേര് വിറവെടുത്തിട്ടും പ്രശ്നമില്ല. പക്ഷെ പൗലോസ് വിറവെടുത്തതും അതിനകത്ത് അതുവരെ ഒളിച്ചിരുന്ന അണലി ചാടി. ഹല്ലേലൂയ. നിന്നെ മാത്രമേ ഈ അണലിയൊക്കെ കൊത്തത്തുള്ളൂ. നിനക്ക് വേണ്ടി നിന്റെ ജീവിതത്തിൽ മാത്രമേ ഈ പ്രശ്നം. നിന്റെ കുടുംബത്തിൽ എത്രയോ പേരുണ്ട്, അവരെ ആർക്കും ഇല്ലാത്ത പെയിൻ അല്ലേ നിനക്ക്, പ്രശ്നമല്ലേ നിനക്ക്, വിഷയങ്ങളല്ലേ നിനക്ക്, മാറാത്ത പ്രശ്നങ്ങൾ, പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത വിഷയങ്ങൾ. എന്നാൽ ഇന്ന് പകൽ പറയുകയാണ്, നീ ചിലതിനെ ഇന്ന് കുടഞ്ഞു കളയാൻ പോവുകയാണ്. ഈ 2023 ഡിസംബർ മാസം 31-ാം തീയതി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങുന്ന ചിലതിനെ യേശുവിന്റെ നാമത്തിൽ എന്നേക്കുമായി കുടഞ്ഞു കളയാൻ, കടഭാരത്തെ കുടയാൻ, രോഗത്തെ കുടയാൻ, ശത്രുക്കളെ കുടയാൻ. ഹല്ലേലൂയ. എന്താ നിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നത്? ഹല്ലേലൂയ. നോക്ക, ഒറ്റ നിമിഷം കൊണ്ട് മനുഷ്യന്റെ സ്വഭാവം മാറണം. ആദ്യം പറഞ്ഞെന്താണ്, ഈ മനുഷ്യനെ പൗലോസിനോട് ഭയങ്കര ഫേവർ, സ്നേഹം, കരുണ, ദയെല്ലാം കാണിച്ചിട്ട് പറയുക, പൗലോസിൻ്റെ കയ്യിലൊരു ഈ ചെറിയ ഈ ആർക്കെങ്കിലും എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കി. യോബിൻ്റെ ജീവിതം കണ്ടിട്ടുണ്ടോ? യോബ് എന്തെങ്കിലും ദ്രോഹം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദൈവത്തിനോടും ചെയ്തിട്ടില്ല. പക്ഷെ കഷ്ടം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ യോബിൻ്റെ ഭാര്യയും കൂട്ടുകാരും നാട്ടുകാരും വഴിയെ പോണവനെല്ലാം വന്നു നിന്ന് യോബിന് ഭയങ്കര ഉപദേശം. യോബെ, എന്തൊക്കെയോ ഉണ്ട് നിൻ്റെ ജീവിതത്തിൽ, നിന്റെ പോക്ക് ശരിയല്ല, നീ വീണതാണ്, തകർന്നതാണ്, നീ അതാണ്. ഞാൻ പറഞ്ഞ പെന്തക്കോസ്തുകാരുടെ സ്ഥിരം പരിപാടി എന്താണെന്ന് അറിയാം. വേറെ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവൻ ദൈവഹിതമില്ലാതെ നടക്കുന്നു, അവൻ പാപിയാണ്, അവൻ വീണവനാണ്, തകർന്നവനാണ്. അവന് വന്നാൽ ദൈവം നമ്മളെ പരീക്ഷിക്കണം എന്ന് പറയും. മനസ്സിലായോ? നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. മറ്റുള്ളവർക്ക് വന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി, നമുക്ക് വന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഓ കർത്താവ് എന്നെ ഭയങ്കരമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത് വന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്.
വേറെ ആർക്കെങ്കിലും വന്നാൽ അവനെ ദൈവം അടിച്ച് പീസാക്കി, അവനെ ദൈവം ന്യായവിധിക്ക് ഇരയാക്കി, അവൻ്റെ കാര്യം തീരുമാനമായി. ഞാൻ പറയട്ടെ, എല്ലാ പ്രശ്നവും എല്ലാവർക്കും വരും. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ശരി അത് ന്യായവിധി മറ്റത് പറയുക. കാരണം അതേ ന്യായവിധി നിനക്കും വരാം. ഒരു മനുഷ്യൻ്റെ ആയുസ്സിനകത്ത് നീ പറഞ്ഞ് കളിയാക്കി പരിഹസിച്ച് പുച്ഛിച്ചുകൊണ്ടിരിക്കുമ്പം അതേ സംഭവം ഇടിത്തി പോലെ നിന്റെ മേലും വരാം. ഹല്ലേലൂയ. അപ്പൊ ഏത് മനുഷ്യനും ഇന്ന് മറ്റൊരുവന് വന്നത് നാളെ നിനക്ക് വരാം. ഇന്ന് മറ്റൊരുവന്റെ മോക്ക് വന്നത് നിന്റെ മോക്ക് വരാം. അതുകൊണ്ട് വേറെ ഏതെങ്കിലും കണ്ടോ അവൾ അല്ലെങ്കിൽ ശരിയല്ല എന്ന് നമ്മൾ പറയില്ല. കാരണം നാളെ നിന്നെ നോക്കി പറയും അവൾ ശരിയല്ലെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അവരുടെ ജീവിതത്തിലൊരു കഷ്ടം പ്രശ്നം വരുമ്പോൾ നമ്മൾ കല്ലെറിയരുത്. നാളെ നിന്നെയും കല്ലെറിയും. ഹല്ലേലൂയ. ഇവിടെ ഇതാ പറയുകയാണ്, പൗലോസിന് ഒരു വിഷയം വന്ന് കടിച്ചു. ആർക്കൊരു പ്രശ്നമല്ല, പൗലോസിൻ്റെ കയ്യിൽ മാത്രം. അപ്പോൾ നാട്ടുകാർ പറയുകയാണ്, നീതി ദേവി ഇവനെ വെറുതെ വിട്ടില്ല, ഇവൻ കൊലപാതകനാണ്, ഇവൻ പാപിയാണ്, ഇവൻ ആൾ ശരിയല്ല. അവിടെ കൂടി നിന്നവരെല്ലാം കൂടെ ഒറ്റ നിമിഷം കൊണ്ട് ഈ പുള്ളി പ്രാർത്ഥിച്ചിട്ടാണ് ഇവന്മാർ ഇവിടെ വന്ന് കിടക്കുന്നത്. ഈ പുള്ളി പ്രാർത്ഥിച്ച് മുട്ടുമടക്കിയത് കൊണ്ട് മാത്രമാണ് മരിച്ച് മണ്ണടിയാതെ കടലിൽ മുങ്ങിപ്പോകാതെ ശവമാകാതെ ഈ മെലിത്ത ദ്വീപിൽ വന്ന് കിടന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുക സുഖിച്ച്. അപ്പൊ അവർ പറയാണ്, ഈ പ്രാർത്ഥിച്ച് രക്ഷിച്ചവനെ അവൻ ചാവാം, വീർത്ത് ചാവുന്ന നോക്കിയിരിക്കുക. ഇപ്പൊ ചാവും. കാലിൽ നീര് വരുന്നുണ്ടോ, മുഖത്ത് നീര് വരുന്നുണ്ടോ നോക്ക്, കയ്യിൽ നീര് വരുന്നോ, നീര് വന്നെങ്കിൽ പോയി. മനസ്സിലായി? നീര് വന്നോ, നീരുണ്ടോ? നമ്മൾ പറയില്ലേ ചില ആൾക്കാർക്ക് ക്യാൻസർ വന്നാൽ എങ്ങനെയുണ്ട്, എത്ര കീമായി 4 എങ്കിൽ പിന്നെ തീർന്നു അല്ലേ? എന്ത് മനസാക്ഷി ഇല്ലാതെയാണ് നമ്മൾ മനുഷ്യൻ്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അറിയാമോ? നമ്മളെ കൂടെ കളിച്ച് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ അത് 4ാം സ്റ്റേജോ 3ാം സ്റ്റേജോ 2ാം, പിന്നെ നമ്മളങ്ങ് പറഞ്ഞ് അവനെ കൊല്ലുക. എന്ന് മരിക്കും? മരണ വാർത്ത എപ്പോൾ കേൾക്കും, എപ്പോൾ മരിക്കും? ഈ ആഴ്ചയൊന്നും മരിക്കാതിരുന്നേ കൊള്ളായിരുന്നു, ശവടക്കിന് പോകായിരുന്നു. എവിടെ അടക്കും? എത്ര ക്രൂരമാണ് മനുഷ്യൻ്റെ അല്ലേ? ദൈവമക്കളാണ് നമ്മളെ പേര്, പക്ഷേ നമ്മുടെ ഹൃദയം മുഴുവനും നമ്മുടെ ഹൃദയം ഭയങ്കര ദുഷ്ടതയാണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് വരെ നല്ലത് ചെയ്ത പൗലോസ് മരിക്കാൻ വേണ്ടി നീര് കാലി കയറിയോ, മുഖത്ത് കയറിയോ, നീര് കയറിയോ തീർന്നു. ഒരു നീരും കയറിയില്ല. അത് അവസാനത്തെ കടിയായിരുന്നു ആ പാമ്പിൻ്റെ. ഈ കടിക്കണമെന്നുണ്ടെങ്കിൽ വിഷം കയറാത്തവനെ മാത്രമേ ഈ ആ പാമ്പ് കടിക്കൂ. കാരണം എന്ന് പറഞ്ഞാൽ ആ പാമ്പ് അവസാനത്തെ ആ ദേശത്തിൻ്റെ ദേശാധിപതി ശക്തിയാണ് ആ ഏരിയ. അവിടെയുള്ള എല്ലാ പുരുഷന്മാരെയും രോഗിയാക്കി കൊല്ലുന്ന പുബ്ലിയോസ് പനി പിടിച്ച് കിടക്കുക. പനി എന്ന് പറയുന്ന വൈറസും വൈറൽ ഫീവറുമായി ആ ദ്വീപിൽ വലിയ രോഗികളെ കൊണ്ടുവന്നിട്ട് ഇന്നത്തെ കൊറോണ പോലെ കൂട്ടമരണം നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിൻ്റെ കപ്പലിനൊരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി. എന്നേക്കുമായി മെലീത്ത ദ്വീപിലെ ദേശാധിപതി ശക്തിയെ നശിപ്പിച്ച് ആ ദേശത്തെ സുവിശേഷീകരിക്കാൻ കർത്താവിൻ്റെ അഭിഷിക്തനെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അഭിഷിക്തൻ്റെ മേൽ ചാടി അണലി കടിച്ചതും എല്ലാവരും ഇത് ചാവെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാം നോക്കി നിൽക്കെ അതിനെ കുടഞ്ഞു കളഞ്ഞു, അതിനെ തീയിലോട്ട് വലിച്ചെറിഞ്ഞു. ഞാൻ പറയട്ടെ, അതിനെ തീയിലോട്ട് വലിച്ചെറിഞ്ഞു. പറഞ്ഞാട്ടെ, നിന്റെ പ്രശ്നങ്ങൾ ഇന്ന് പകൽ തീക്കകത്തോട്ട് വലിച്ചെറിയാൻ പോയ. നീ മരിക്കത്തില്ല. നിന്റെ മരണം കാത്ത്, നിന്റെ തകർച്ച കാത്ത്, നിന്റെ നാശം കാണാൻ, നിന്റെ വീഴ്ച കാണാൻ, നീ നശിക്കുന്നത് കാണാൻ, നീ മരിക്കുന്നത് കാണാൻ, നീ എല്ലാം പൂട്ടിക്കെട്ടുന്നത് കാണാൻ, നീ തകരുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവില് ഇന്ന് പകൽ ആത്മാ പറയുന്നു, നിന്റെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവിൽ ഇന്ന് ആ തീക്കകത്ത് കുടഞ്ഞുകളാ.